അത് പെട്രോൾ ഒഴിച്ചിട്ടാണ് കത്തിച്ചിട്ട് പോലും ഡാമേജ് നമ്മളെവിടെ പോയാലും എന്തെങ്കിലും ഇതിന്റെ ഉള്ളിൽ തന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 4-5 മണിക്കൂർ ഓറഞ്ച് കളർ ലൈറ്റ് ആണ്, ഗ്രീൻ കളർ. നമ്മളെ കോഴിക്കോടിനടുത്തുള്ള ബാലുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഹോം അപ്ലയൻസസ് കിട്ടുന്ന ഒരു സ്ഥാപനത്തിലാണ് ഉള്ളത്. ഈ സ്ഥാപനത്തിന്റെ പേര് വരുന്നത് ലാല മലബാർ ഹോം അപ്ലയൻസസ് എന്നാണ്. ബാലുശ്ശേരി ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിലാണ് ഈ സ്ഥാപനം ഉള്ളത്. ഓക്കെ, നമ്മുടെ അടുത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇവിടെ നമുക്ക് വന്നിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് മാർക്കറ്റിൽ പുതിയതായിട്ട് വരുന്ന എല്ലാ പ്രോഡക്റ്റുകളും കിട്ടും. ഹോം അപ്ലയൻസസിൽ വരുന്ന എല്ലാ വെറൈറ്റി നമ്മൾ ഇന്നോവേറ്റീവ് മാത്രം കേട്ടോ. നമ്മളെ കുക്കർ, സ്റ്റവ് എല്ലാം കിട്ടും. പക്ഷെ അതിലൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ട് പുതിയതായിട്ട് വരുന്ന എല്ലാ ഗജറ്റ്സും ഇപ്പൊ 50 രൂപയുടെ മുതൽ 1.5 ലക്ഷം വരെ പ്രോഡക്റ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ച് മാത്രമേ കാണിക്കണുള്ളൂ. എന്ത് വേണമെങ്കിലും ഞങ്ങളിപ്പോ ഓൺലൈനിൽ കണ്ടിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ അയച്ച് ചോദിച്ചാൽ മതി. നമുക്ക് അതിനേക്കാൾ റേറ്റ് കുറച്ച് നമ്മൾ തരും. മെയിൻ ആയിട്ട് വരുന്നത് നമ്മള് ഇപ്പോ മസാജർ ഐറ്റംസ് ഉണ്ട്, ഹോം അപ്ലയൻസസ് ഐറ്റംസ് ഉണ്ട്, പിന്നെ ബുള്ളറ്റ് മിക്സി നമ്മളെ മെയിൻ ഓൺ മാനുഫാക്ചർ ആണ്. ഇത് ആക്ച്വലി വന്നിട്ട് നമ്മളെ കോയമ്പത്തൂരിൽ നമ്മളെ കമ്പനി ഉണ്ട്. കോയമ്പത്തൂർ ഗാന്ധിപുരത്ത് സ്ഥാപനം ഉണ്ട്. അവിടെയാണ് നമ്മളെ മാനുഫാക്ചർ ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ അവിടെയാണ്. കേരളത്തിലുള്ള ആൾക്കാർക്ക് വാങ്ങിക്കാൻ കോഴിക്കോട് ഇവിടെ അടുത്ത് നമ്മളൊരു സ്ഥാപനം ആക്കിയിരിക്കണം. അതിന്റെ സബ് ബ്രാഞ്ച് പോലെ ഇവിടെ ഞങ്ങൾക്ക് എല്ലാ സാധനം മോസ്റ്റ്ലി എല്ലാ സാധനം കിട്ടും. നല്ല ബബിളിന്റെ ഐറ്റംസും ഫുള്ളും ഉണ്ട്. ബബിളിന്റെ എല്ലാ ബ്രാൻഡ് ഐറ്റംസ്, കുക്കർ, അതേപോലെ ഫ്രൈ പാന്, എല്ലാം എണ്ണ ഇല്ലാതെ പൊരിക്കുന്ന സാധനങ്ങളൊക്കെ വളരെ അഡ്വാൻസ് ആണ്. അത് നല്ല ഹെവി വെയിറ്റും ഇല്ല സാധനങ്ങളാണ്. നമുക്ക് ഗ്യാസും സേവ് ആവും, ടൈമും സേവ് ആവും, വിത്ത് കെമിക്കൽസ് ഇല്ല. അപ്പൊ നമ്മൾ നോൺ സ്റ്റിക് ഒക്കെ വന്നിട്ട് ക്യാൻസർ ആണ്. അപ്പൊ ഇത് നോൺ സ്റ്റിക് അല്ല, സാധനം സെറാമിക്കാ. ഇതെന്താണ് ഈ മോപ്പിന്റെ പ്രത്യേകത? ഇത് എന്ന് വെച്ചാൽ PVA മോഫ് എന്ന് പറയും. തുണി മോഫ് ഒക്കെ നമ്മൾ ഇട്ട് കാണാം. പക്ഷെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഇതിപ്പോ അവിടെ ട്രെൻഡാണ്. ഇത് വന്നിട്ട് വെള്ളം ഫുള്ളും വലിക്കും. ഇത് മെറ്റീരിയൽ പാലിഥിൻ ഫൈബർ ആണ്. ദിവസം ഒരു മണിക്കൂർ യൂസ് ചെയ്താലും ഇത് ഒരു കൊല്ലത്തേക്ക് നമ്മൾ യൂസ് ചെയ്യാം. പിന്നെ അതിന് ശേഷം ഇത് 2 സ്ക്രൂ റിമൂവ് ചെയ്തിട്ട് ഇത് നമ്മള് ചേഞ്ച് ചെയ്യാം, റീഫിൽ ചേഞ്ച് ചെയ്യാം. ഇതിൽ എന്താന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫാൻ ഇട്ട് ഉണങ്ങാൻ വെക്കണം എന്നില്ല. നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം അത് അബ്സോർവ് ചെയ്തെടുക്കും. രണ്ടാമത് നമ്മൾ ഈ ചെറിയ ഡസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പേപ്പർ പോലത്തെ വലിയ ഡസ്റ്റ് എടുത്താൽ മതി. ചെറിയ ഫൈൻ ഡസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അബ്സോർവ് ചെയ്തെടുക്കും. ഇത് വന്നിട്ട് PVA എന്ന് പറഞ്ഞാൽ തന്നെ പവർഫുൾ വാക്വം ആക്ഷൻ. സോ നല്ല വെള്ളം വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഇതിലുണ്ട്. നമുക്ക് മോഫൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആരെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഇത് വഴിക്ക് വീഴും. അങ്ങനത്തെ സന്ദേശമൊന്നും ഇതിലുണ്ടാവില്ല. പെട്ടെന്ന് നമുക്ക് നമ്മൾ വൺസ് ഇങ്ങനെ ടിപ്പ് ചെയ്താൽ മതി. ഇതിന്റെ സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ഇതുപോലെ ആയിരിക്കും, നല്ല ഹാർഡ് ആയിട്ടുണ്ടാവും. ഇതിന്റെ ഹാർഡാണ് ഇതിന്റെ ഫസ്റ്റ് റീഫിൽ. ഇതിന്റെ സ്പെയർ വന്നിട്ട് ഇതുപോലെ കിട്ടും. ഒരു പീസ് എക്സ്ട്രാ ഉണ്ട്, തനിച്ച് മേടിക്കാം. ഇത് ആദ്യം ഇങ്ങനെ സ്ട്രോങ് നല്ല കല്ല് പോലെ ഇരിക്കും. അപ്പൊ ഇത് വന്നിട്ട് ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ടാൽ മതി. ഇതുപോലെ സോഫ്റ്റ് ആകും. ഇപ്പൊ നമ്മൾ വൺസ് വാട്ടറിൽ ടിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഒരു 1/2 ലിറ്ററോളം വെള്ളം സ്റ്റോർ ആയത്. ഇതിപ്പോ നമ്മൾ വെള്ളത്തിൽ സ്റ്റോർ ആയത് നമുക്ക് ഇങ്ങനെ ഒറ്റൊന്നുമില്ല ഈ വെള്ളം. അത് നമ്മൾ ഏത് റൂമിലേക്ക് വേണമെങ്കിലും നമ്മൾ എടുത്തിട്ട് പോകാം. അതെ, അപ്പൊ നമ്മളെ പൂജ റൂമുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ബക്കറ്റൊക്കെ കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് അഴുക്ക് ബക്കറ്റൊക്കെ കൊണ്ടുപോയി ചെയ്യുന്നതിന് നമ്മളിങ്ങനെ എടുത്തിട്ട് പോകാം. 10-20 ഉണ്ടാവുള്ളൂ, ചെറിയ റൂമായിരിക്കും. അപ്പൊ അതിലും ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മളിങ്ങനെ ഫോർവേഡ് മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്ക്യൂസ് ചെയ്യും. ഇതിങ്ങനെ സ്ക്യൂസ് ചെയ്യും. റിവേഴ്സ് വരുമ്പോൾ ആ വെള്ളം ഇങ്ങനെ അബ്സോർവ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കണ്ടില്ലേ? ഇതിങ്ങനെ അബ്സോർവ് ചെയ്തെടുക്കും. അതിനുശേഷം ഈ ഡസ്റ്റ് വാട്ടർ നമ്മുടെ കയ്യിൽ തൊടണ്ട, ഇങ്ങനെ വാട്ടർ സ്ക്യൂസ് ചെയ്താൽ മതി. ആ വെള്ളം ഫുൾ മുത്ത് ഇതിൽ പോകും. ഇങ്ങനെ പിടിച്ചാൽ പരന്ന് വെള്ളം വീഴും. അതേപോലെ ഇതിപ്പോ നമ്മളിങ്ങനെ ചെരിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഫുള്ളും പൈപ്പിൽ വരുന്ന പോലെ ബക്കറ്റിൽ തന്നെ വീഴും. അതിനുശേഷം നമ്മൾ വെള്ളം പിഴിഞ്ഞിട്ടും വേണമെങ്കിൽ നമ്മൾക്ക് ഒന്ന് ഫുള്ള് ഡ്രൈ ആക്കി എടുക്കാം. അതുമല്ലാതെ നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ഇങ്ങനത്തെ ചായ കാപ്പി പോലത്തെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ താഴെ ഇങ്ങനെ ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ തുണിയൊക്കെ വെച്ച് തുടക്കുമ്പോൾ വടവട തന്നെ ഇങ്ങനെ താരതാരി ഇതിൽ വന്നിട്ട് എടുക്കുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല. ഇതിങ്ങനെ നമ്മൾ വൺസ് റിവേഴ്സ് മാത്രം അങ്ങനെ വലിച്ചാൽ മതി, ഫുൾ അബ്സോർവ് ചെയ്തെടുക്കും. പിന്നെ ആ ഡസ്റ്റ് വാട്ടർ പുറത്തൊന്നും വരില്ല, നമ്മൾ പേടിക്കൊന്നും വേണ്ട, ബക്കറ്റ് കൊണ്ടുപോകണമെന്നില്ല. രണ്ടാമത് മറ്റേ മാഫ് പോലെ ഇതിൽ സ്മെല്ല് വരില്ല. കാരണം ഇതിൽ ഏതൊരു അഴുക്കവും മണ്ണോ ഏത് സ്റ്റോർ ചെയ്ത് വെക്കൂല, ഫുള്ള് ഡിസ്പോസ് ആകുന്ന കാരണം ഇതിൽ വന്നിട്ട് സ്മെല്ല് തീരി വരില്ല. നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ തന്നെ വെക്കാം. രണ്ടാമത് ഇതിന്റെ ഒരു വാക്വം ഡ്യൂറബിലിറ്റി ആയിട്ടാണ് നിങ്ങൾക്ക് ഇത് ഫയർ ആണ് ചെയ്തത്. ഇത് മെറ്റീരിയൽ ആസിഡ് പ്രൂഫ് ആണ്, ഫയർ പ്രൂഫ് ആണ്. ഇത് നിങ്ങൾ എന്ത് ആസിഡ് കെമിക്കൽസ് ഹാർപ്പിക്ക് എന്ത് വേണമെങ്കിലും ഇത് നമ്മൾ ഒഴിക്കാം. നമ്മൾ ഇന്നത്തെ കെമിക്കൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇതിലില്ല. ദിവസം നമുക്ക് 1 മണിക്കൂർ യൂസ് ചെയ്താൽ 1 കൊല്ലത്തേക്ക് ഇത് ഒന്നും ആകും. നമ്മൾ പെട്രോൾ ഉപയോഗിച്ചിട്ട് അത് കത്തിച്ച് അത് പെട്രോൾ വെച്ചിട്ടാണ് കത്തിച്ചിട്ട് പോലും ഡാമേജ് ആവില്ല. നമ്മുടെ അടുത്ത് ഇതിന് എത്ര പ്രൈസ് വരുന്നത്? ഇത് ആക്ച്വലി പുറത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1100 വരെ റേറ്റ് ഉണ്ട്. ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് 799-800 രൂപയുടെ റേറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ തരുന്നത് ഈ മോഫ് മാത്രം മേടിക്കുകയാണെങ്കിൽ 599 രൂപയാണ്. ഇത് 599 വരും ഒരു സിംഗിൾ ഇതില്ലാതെ. അതെ, റീഫിൾ ചേർത്ത് ഇങ്ങനെ സെറ്റോട് കൂടി മേടിക്കുകയാണെങ്കിൽ 699. ഇതിന്റെ റീഫിൾ തനിച്ച് മേടിക്കുകയാണെങ്കിൽ 250 രൂപ റേറ്റ് ആണ്. ഇതോടുകൂടി ചേർത്ത് മേടിക്കുമ്പോൾ 100 രൂപ കൂടുതൽ. നമുക്ക് ഇത് എന്ത് പ്രോഡക്റ്റാണ് വരുന്നത്? ഇത് വന്നിട്ട് ഒരു ക്യാമ്പിംഗ് സ്റ്റൗ ആണ്. നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ പുറത്ത് ഇങ്ങനെ എടുത്തിട്ട് പോകാം. അപ്പൊ ഇതിൽ തന്നെ ഗ്യാസും ഒക്കെ ഇതിൽ തന്നെ വരും. ഇതിൽ തന്നെയാണ്. ഇപ്പൊ നമ്മൾ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെള്ളം ചൂടാക്കാനോ അല്ല ഫുഡ് ഉണ്ടാക്കാനോ പ്രിപ്പയർ ചെയ്യാനോ ഒക്കെ ബെസ്റ്റ് ആണ്. ഇത് ഇങ്ങനെ ഇത്രേ ഉള്ളൂ. വിത്ത് സിലിണ്ടർ നമ്മൾ തരുന്നുണ്ട്. ഇതിന്റെ ഏത് ഭാഗത്ത്
ഭാഗത്തെ സിലിണ്ടർ വരുന്നത്? സിലിണ്ടർ ഈ ഭാഗത്താണ് വരുന്നത്. ഓക്കെ, അതിന്റെ അകത്താണ് അവര് അതിന്റെ ഓക്കെ ചെറിയ എന്താ പറയാ ഇത് 2-in-1 ആണ് മോഡൽ. ഇപ്പൊ നമ്മൾ LPG യൂസ് ചെയ്യാം, നമ്മുടെ വീട്ടിലത്തെ ഗ്യാസ് ഇല്ലേ, അതേപോലെ 5 കിലോ 10 കിലോ ഗ്യാസ് ഒക്കെ അതൊക്കെ അത് യൂസ് ചെയ്യാൻ പൈപ്പ് കണക്ട് ചെയ്ത് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇത് എങ്ങനെ ഇതിന്റെ വർക്കിംഗ് വരുന്നത്? ഇത് വന്നിട്ട് ഇതാണ് നമ്മൾ ഇതിന്റെ സിലിണ്ടർ. ഇതിൽ ബൂട്ടാൻ ഗ്യാസ് വെച്ചിട്ട് നമ്മൾ എവിടെ പോയാലും ഇതിങ്ങനെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇതിങ്ങനെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് എടുത്തിട്ട് പോയാൽ നമുക്ക്. ഇത് വന്നിട്ട് ഈ ടോപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ച് വലിച്ചാലൊന്നും ഇത് ടോപ്പ് വരില്ല. ഇത് കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ഈ തള്ളം വരലുകൊണ്ട് മെല്ലെ ഇങ്ങനെ തള്ളിയാൽ മതി, ടോപ്പ് പുറത്ത് വരും. അതിന് ശേഷം ഗ്യാസ് വരില്ല. ഗ്യാസ് ഇത് പിന്നെ ഉള്ളിൽ പോയാലേ വരുള്ളൂ. ഈ സിലിണ്ടർ എന്ന് വെച്ചാൽ നമ്മൾ AC സ്പെയർ പാർട്സ് എല്ലാ കടയിലും ഇത് കിട്ടും, അവൈലബിൾ ആണ്. ഇതിന്റെ MRP വന്നിട്ട് 250 രൂപ MRP ഉണ്ട്. ഇപ്പൊ നമ്മളെ തന്നെ ഞങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്ത് മേടിക്കുകയാണെങ്കിൽ ഫ്രീ കാസ്റ്റ് ഓഫ് ഡെലിവറിയോട് കൂടി വീട്ടിലെത്തിക്കും. 130 രൂപ ഉള്ളൂ. ഇത് വന്നിട്ട് നിങ്ങൾക്ക് 450 ഗ്രാം ഉണ്ട്. ഇത് നമ്മൾ ഒരു 4 മണിക്കൂർ യൂസ് ചെയ്യാം. ഇതിപ്പോ നമ്മൾ ഈ കട്ടില്ലേ, ഇത് ഇങ്ങനെ പൊക്കി ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചാൽ മതി. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യാം. ഇതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് അതെ നമ്മൾ ഒരു വിരലിങ്ങനെ മെല്ലെ ഇവിടെ വെച്ച് കൊടുത്താൽ മതി, അമർത്തൊന്നും വേണ്ട. അതിന് ശേഷം ഈ ലിവർ വന്നിട്ട് നമ്മളിങ്ങനെ മെല്ലെ അമർത്തി കൊടുത്താൽ മതി. ലോക്കായി കഴിഞ്ഞു. അതിന് ശേഷം ഇത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ തന്നെ കത്തിക്കാം. ഇത് ഓട്ടോ ഇഗ്നിഷൻ ആണ്. ഇതിന്റെ ഫ്ലെയിം മൊത്തം നമുക്ക് പുറത്ത് കാണില്ല പകലിലൊക്കെ കത്തിക്കുമ്പോൾ, കാരണം ഇത് ഗ്രീൻ ഫ്ലെയിം. ഇതിന്റെ ചോട്ടിൽ കണ്ട ഗ്രീൻ ആണ് ഫ്ലെയിം ആകുന്നത്. പക്ഷെ കൈ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാട്ടോ. ഒന്ന് വെച്ച് നോക്കൂ. മോൾ ഇത്ര ഹൈറ്റിൽ തന്നെ നമ്മൾ കൈ കുറച്ച് നേരം വെക്കാൻ കഴിയില്ല, കാരണം അത്രക്കും ഹൈറ്റ് ഉണ്ട്. ഇതിൽ പകുതി ഫ്ലെയിം നമുക്ക് കണ്ണിൽ കാണൂല. മൈക്രോ ഹോൾ ബർണർ എന്ന് പറയും, അഡ്വാൻസ് ടെക്നോളജിയാണ്. നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഇപ്പൊ 12,000 മേലെ പോയി കഴിഞ്ഞാൽ ഹാബ് മോഡലൊക്കെ ഇത് വരുന്നുള്ളൂ. ഇത് അതായത് റെഡ് ഫ്ലെയിം, ഗ്രീൻ ഫ്ലെയിം, അതിന് ബ്ലൂ ഫ്ലെയിം, അതിന് ശേഷമാണ് ഈ ഗ്രീൻ ഫ്ലെയിം. ഇത് കുറച്ച് അഡ്വാൻസ് ടെക്നോളജിയാണ്. ഇത് സ്ലിം ചെയ്യണമെങ്കിൽ സ്ലിമ്മും ചെയ്യാം. നമുക്ക് ഇതിന്റെ ഗ്യാസ് വന്നിട്ട് സ്ലിം ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊരിക്കുമ്പോൾ സ്ലിം ചെയ്യണമെങ്കിൽ സ്ലിമ്മും ചെയ്യാം. ഇത് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഇങ്ങനെ ഓഫ് ആക്കി കഴിഞ്ഞാൽ അതിന് എജക്റ്റഡ് ആണ്. ഓട്ടോമാറ്റിക് എജക്ട് ആവും. എജക്ട് ആവും. നമ്മൾ ലിവർ പൊക്കിയാലും അത് എജക്ട് ആവും. സാധാരണയായിട്ട് സിലിണ്ടർ എടുത്താലും മതി. നമ്മൾ ഇത് ലോക്ക് ചെയ്യാതെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ എടുത്ത് സൂട്ട് കേസിന്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. സിലിണ്ടറോട് കൂടി നമുക്ക് ആ സൂട്ട് കേസിലെല്ലാം പട കൂടിയിട്ട് വരും. ഈ അറ്റാച്ച്മെന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാ സിലിണ്ടർ അല്ലേ, നമ്മൾ 2 കിലോ 5 കിലോ 14 നമ്മൾ വീട്ടിലെ സിലിണ്ടർ ഒക്കെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ടൈമിംഗ് ഒരുപാട് ആവും കേട്ടോ ഗ്യാസ് കഴിയാൻ, കാരണം ഇതിന്റെ അഡ്വാൻസ് ഗ്യാസ് കുറച്ച് വന്നിട്ട് ചിലവുള്ളൂ. ത്രിഡ് ഒരു ഭാഗത്തുണ്ടാവും, ഒരു ഭാഗത്ത് ത്രിഡ് ഉണ്ടാവില്ല. അപ്പൊ ഈ ത്രിഡ് ഇല്ല ഭാഗത്തിൽ നമ്മൾ ഇതിടുക. ഇത് ഈ ട്യൂബ് മാറ്റുന്ന ഭാഗം ഇങ്ങനെ ഉള്ളിലിട്ടാൽ മതി. അതിന് ശേഷം ഇത് ഡോർ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഉണ്ട് അതിന്റെ നാബ്, അതിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതില് ട്യൂബ് ഇട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യാം. നമ്മൾ അത് റെഗുലേറ്റർ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല, ട്യൂബ് മാത്രം എടുത്ത് ഇതാക്കിയാൽ മതി. ഇത് ആക്ച്വലി ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇത് ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ റേറ്റ് ഒരുപാടുണ്ട്, പക്ഷെ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി നമ്മൾ ഗ്യാരണ്ടി തരാൻ പറ്റിയതാണ് ഇവിടെ തരുന്നത്. ഇത് വന്നിട്ട് നിങ്ങൾക്ക് 3150 രൂപയാണ് ഇതിന്റെ റേറ്റ് ആക്ച്വലി. അപ്പൊ നമ്മളിവിടെ തരുന്നത് 2500 2500 രൂപക്ക് 2500 രൂപ ഒരു സിലിണ്ടർ വരും. കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും ഹോം ഡെലിവറി, കാസ്റ്റ് ഓഫ് ഡെലിവറി വിത്ത് വന്നിട്ട് എക്സ്പ്രസ് ഡെലിവറി പെട്ടെന്ന് എത്തും. ഇതൊക്കെ എന്ത് പ്രോഡക്റ്റ് വരുന്നത്? ഇത് വന്നിട്ട് ഇൻസ്റ്റാ വാട്ടർ ഹീറ്റർ ആണ്. ചുടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 5 ലിറ്റർ 10 ലിറ്റർ ഒക്കെ നമ്മളൊരു 10 മിനിറ്റ് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമല്ലോ. ഇത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട, അതുമല്ലാതെ ഫിക്സിംഗ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ഞങ്ങൾ ഒന്നുമല്ല, അത് ഇങ്ങനെ മേടിച്ചോണ്ടായിട്ട് ഒരു ആണി അടിച്ചാൽ മതി. പൈപ്പിന്റെ അടുത്ത് കുറച്ച് ഒരു ആണി അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ തൂക്കിയിടാം. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാ ഗ്രൈസർ എന്ന് പറയാം. അതായത് നമ്മൾ പൈപ്പിൽ വെള്ളം തുറന്ന് അതിൽ വരും. ഇത് കുറച്ച് വില കൂടുതലാണ്, ഇത് കുറച്ച് വില കുറവാണ്. ഇത് വന്നിട്ട് 2900 രൂപ വില. ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് 1800-നാണ്. 1 ഇയർ വാറണ്ടി ഉണ്ട്. ഇതൊക്കെ ഇൻസ്റ്റാ വാട്ടർ ഹീറ്റർ. ഇത് വന്നിട്ട് NCP സ്വിച്ച് ഇല്ലതാണ്. ഇത് അതുമല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് തെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഓട്ടോമാറ്റിക് ഓഫ്. അതുകൊണ്ട് വാട്ടർ ഹീറ്റർ സേഫ്റ്റി ആണ്. ഇത് ഒരു ട്യൂബ് ഇതിന്റെ തലവത്ത് കൊടുക്കുക, ഒന്നിന്റെ തലവ് നമ്മൾ പൈപ്പിലിടുക. പൈപ്പ് തിരിച്ചേക്കന്നെ നമുക്ക് വെള്ളം ഇതിൽ വരാൻ തുടങ്ങും. അപ്പൊ തന്നെ ചൂടുവെള്ളമാണ് വരിക. ഒരു 5 സെക്കൻഡ് ടൈം ഉള്ളൂ. ഇത് വന്നിട്ട് ഇത് 2600 രൂപ ഓഫറിൽ നമുക്ക് 3999 MRP ഉണ്ട്. ഇതിപ്പോ നമ്മൾ ഇവിടെ തരുന്നത് 2600 വിത്ത് NCP-യോട് കൂടിയിട്ടാണ്. ഇതിൽ ടിപ്പർ സ്വിച്ച് ഉണ്ട്. അത് വന്നിട്ട് നിങ്ങൾക്ക് 1800 ആണ്. ഇതൊക്കെ എന്താ വരുന്നത്? ഇത് വന്നിട്ട് EMS മസാജർ ആണ്. അതായത് ഫിസിയോതെറാപ്പിക്കൽ മസാജർ. ഇപ്പൊ വിൽക്കോസ് ഒക്കെ എല്ലാവർക്കും ബെസ്റ്റ് സാധനമാണ്. ഫുഡ് മസാജർ ഫിസിയോതെറാപ്പിക്കലാണ് മസാജ്. ഇത് വൈബ്രേഷൻ ഒന്നല്ല. വിൽക്കോസ് ഒക്കെ ഇല്ലാതാക്കാനും, മുട്ടുവേന, അതേപോലെ ഷുഗർ ഉള്ളവർക്കൊക്കെ രാത്രി ഉറങ്ങണമൊക്കെ വലിയ പ്രശ്നമായിരിക്കും. 2 മിനിറ്റ് ഇതിന്റെ മുകളിൽ നിന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്താൽ മതി. 8 മോഡ് ഉണ്ട്, 12 സ്പീഡ് ഉണ്ട്. ഇത് വന്നിട്ട് നമുക്ക് മാർക്കറ്റ് പ്രൈസ് 1500 രൂപ റേറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ കൊടുക്കുന്നത് 500 രൂപയാണ്. വേറെ 500 രൂപ പ്രസ് ബട്ടൺ ആണ്. ഇതിങ്ങനെ അമർത്തി ബട്ടൺ ഇട്ടാൽ മതി. ഇതുമ്മ കയറി നിന്നാൽ മതി. ഇതിലാണ് ബാറ്ററി എല്ലാം. ഇത് റീചാർജബിൾ ആണ്. ഇതിന്റെ വയറ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ചാർജ് ചെയ്യണതാണ്. ഇത് വന്നിട്ട് എഗ്ഗ് നമ്മള് പുഴുങ്ങണാണ്. ഇതിൽ വന്നിട്ട് നമ്മള്
ഒരു 7-8 മുട്ട വെക്കാം ഒരുമിച്ച് പുഴുങ്ങാം. അത് നമ്മൾ വെച്ചിട്ട് ഇലക്ട്രിക് ആണ്, ഇത് ഇലക്ട്രോണിക് ആണ്. വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വന്നിട്ട് ഓട്ടോമാറ്റിക് വെന്ത് കഴിഞ്ഞിട്ട് ഇൻഡിക്കേഷൻ തരും, നമ്മൾ എടുക്കാം. കറക്റ്റ് പുഴുങ്ങി എടുക്കാം. ഇത് 1200 റേറ്റ് ഉണ്ട്, 1200 റേറ്റ്. ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കണം 500 രൂപയാണ്. ജ്വല്ലറി ഷോപ്പിലേക്കൊക്കെ ബെസ്റ്റ് ആണ് ഇത്, വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ, അലമാര അതേപോലെ അലമാര ക്ലീൻ ചെയ്യാൻ എല്ലാം. അതിൽ 24 അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് 1000 വാട്ട്സ് ആണ്, ബ്ലോയർ വിത്ത് ബ്ലോയറോട് കൂടി ഉള്ളതാണ്. പിന്നെ ഇതൊക്കെ റീചാർജ് ഫാൻ ആണ്, അതായത് കറണ്ട് ഉണ്ടെങ്കിലും വർക്ക് ആവും, ഓട്ടോമാറ്റിക് ചാർജ് ആവും. കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 4-5 മണിക്കൂർ വർക്ക് ആവുന്നതാണ്. മോട്ടർ നോയ്സ് ഫ്രീ ആണ്, സൗണ്ട് ഉണ്ടാവില്ല, നോൺ ഹീറ്റബിൾ, ആക്ട്രോയ്ക്ക് നല്ല കൂളിംഗ്. ഇത് 2700 റേറ്റ് ഉണ്ട് പുറത്ത്. ഇപ്പൊ നമ്മള് തരുന്നത് വന്നിട്ട് 2200 രൂപയ്ക്കാണ്. കറണ്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ DC നമ്മൾ ആക്കി ഇത് DC മോഡിലേക്ക് മാറ്റണം, VSDC മാറ്റണം. ഇതിൽ ലൈറ്റും ഉണ്ട്, വിത്ത് ലൈറ്റോട് കൂടിയാണിത്. ഇത് വന്നിട്ട് 1 ഇയർ വാറണ്ടി ഉണ്ട്, ഇത് വാറണ്ടി സാധനമാണ്. ഇത് അതിന്റെ വലിയ സൈസ്, ഇത് അതിന്റെ വലിയ സൈസ് 16. ഇനി പിന്നെ ഫെഡറൽസിലും ഉണ്ട്. ഇതുപോലെ ഇരിക്കും ഫാന്. ഇതിൽ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ 7HM ബാറ്ററിയാ, ഇതുപോലത്തെ നല്ല വലിയ ബാറ്ററി. ഇത് 7HM. ഇത് വന്നിട്ട് ഒരു 6-7 മണിക്കൂറിന്റെ മേലെ ചാർജ് നിൽക്കാൻ പറ്റും. ഇത് 12 ഇഞ്ചിന്റെ മുകളിൽ എല്ലാം ഓട്ടോമാറ്റിക് ആണ്, അതായത് നമ്മൾ മോഡൊന്നും മാറ്റണം. ഓട്ടോമാറ്റിക് കറണ്ട് പോയി കഴിഞ്ഞാൽ അതങ്ങനെ വർക്കായി. ഇത് വന്നിട്ട് നമുക്ക് 3800 ആണ്, 4750 വില വരുന്നത് 3800. ഇപ്പൊ ഇവിടെ 10 ഇഞ്ച് സാമ്പിൾ വെച്ചിട്ടുണ്ട്. ഇതേ സെയിം വന്നിട്ട് 12 ഇഞ്ച് ഉണ്ട്. 12 ഇഞ്ചിൽ ഡബിൾ ബാറ്ററി ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ പവറിനേക്കാളും കൂടുതലാണ്. ഇത് വന്നിട്ട് 6HM, അതേപോലെ ഒരു 6HM ബാറ്ററി പിന്നീടാ. ഇതൊക്കെ അക്കാര്യാണ്. ഇതിലും 10 ഇഞ്ച് 12 ഇഞ്ച് റീചാർജബിൾ ആണ്. അതിലെന്താ വ്യത്യാസം എന്ന് വെച്ചാൽ എല്ലാ സൈസിലും 100 200 രൂപ കൂടും, അതിനേക്കാളും കുറച്ച് കൂടുതലാണ്. ഇപ്പൊ അതില് വന്നിട്ട് 16 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ 4250. ഇപ്പൊ നമ്മുടെ റേറ്റ് 5100 വില വരുന്നത് 4250. കാരണം അത് 16 ഇഞ്ചാണ്, പക്ഷെ അത് 5-in-1 ആണ്. ഇത് ഒരേ സ്റ്റെപ്പും മാത്രമേ ഉള്ളൂ. അതങ്ങനെയല്ല, സീലിംഗ് ഫാന്, വാൾ മൗണ്ട് വിത്ത് വന്നിട്ട് ടേബിൾ ഫാന്, പെഡൽസൽ ഫാൻ ആയിട്ടും ഇത് യൂസ് ചെയ്യും. ഇത് വന്നിട്ട് ഇത് മിസ്റ്റ് ഫാൻ ആണ്. ഇതില് മേലെ വെള്ളം ഒഴിച്ച് ഐസ് പൈലോ അല്ലെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഫുള്ള് മിസ്റ്റ് വരും. ഈ 5 ഹോളിലും മിസ്റ്റ് വരും. അതേപോലെ പെർഫ്യൂം ആഡ് ചെയ്യാൻ നമുക്ക്. ഇത് വെസ്റ്റേൺ ടോയ്ലറ്റിലേക്ക് ബെസ്റ്റ് ആണ്. ഇത് ഇടുക്കിൽ ഉള്ളിലൊക്കെ പോകാൻ ക്ലീൻ ചെയ്യാൻ. ഇത് ഓൺലൈനിൽ ഇട്ടാൽ മതി. ന്യൂ ടോയ്ലറ്റ് ബ്രഷ് ഡെമോ ഇട്ടാൽ മതി, ഡെമോന്ന് ഇട്ടാൽ മതി. ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ വരും. ഇത് നല്ലൊരു സാധനം. ഇത് വിത്ത് ഹൂക്കോട് കൂടിയാണ് വരുന്നത്. ഇത് വന്നിട്ട് 100 രൂപയുള്ളൂ. ഇതൊക്കെ 50 രൂപയുള്ളൂ. ഈ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യാൻ, ഫ്ലാസ്ക് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റിയതാണ്. ഇത് റീചാർജബിൾ ആണ്, മെറ്റൽ ടോർച്ച് ആണ്. ഇത് വന്നിട്ട് നമുക്ക് മോഡ് വ്യത്യാസം, ഇത് ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ഇതില് റീചാർജബിൾ ഉണ്ട്. ഇത് ഫുള്ള് മെറ്റല, താഴെ വേണം പൊട്ടി പോകുന്നില്ല, നമുക്ക് വളരെ യൂസ്ഫുൾ, വാട്ടർ പ്രൂഫ് ആണ്. ഇത് 200 രൂപയാണ്. 200 രൂപ വലിയ സൈസാ. ഇതിൽ നമ്മള് AAA ബാറ്ററി 3 ബാറ്ററി ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ സാധനം, സൂപ്പർ സാധനം. റീചാർജബിൾ ബാറ്ററി ആണ്. ഇത് റീചാർജബിൾ ആണ്, വലിയ ബാറ്ററിയാണ്. ഇത് വന്നിട്ട് 3000 amps ബാറ്ററിയാണ്, നല്ല പവറില്ല സാധനം. ഇത് വന്നിട്ട് ഇവിടെ കൊടുക്കണം നമ്മൾ 350 രൂപ. 500 രൂപ ഇതിന്റെ റേറ്റ് ഉണ്ട്. നമ്മളിവിടെ കൊടുക്കണം 350 രൂപ. നമ്മളിപ്പോ പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മള് ബാഗിൽ ഒരുപാട് ടവലൊക്കെ എടുത്ത് പോകുമ്പോൾ ചെറുതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഇത് വെള്ളത്തിലിട്ടിട്ട്, കപ്പിന്റെ ഉള്ളിൽ വെള്ളത്തിലിട്ടിട്ട് എടുത്ത് പിഴിഞ്ഞിട്ട് നിമർത്തിയാൽ മതി. നമ്മൾക്ക് ശരിക്കും ഒരാൾ കൊടുക്കാനത്ര വലിയ സൈസ് മുണ്ടാണത്. 100 രൂപയുള്ളൂ. ഇത് 100 രൂപ. ഇതൊരു കീ ചെയിൻ ലൈറ്റ്. ഇത് ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഓപ്പണർ ഉണ്ട്, മാഗ്നറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. മൾട്ടിപർപ്പസ് ആണ് സാധനം. ഇത് വന്നിട്ട് നമുക്ക് ഇവിടെ കൊടുക്കണം 150 രൂപ. ഇതൊക്കെ നമ്മൾ ബബ്ലിയുടെ ഐറ്റങ്ങളാണ്. ഇത് മേടിക്കാനില്ല, അതിനുള്ള ആൾക്കാർ ഇത് മേടിക്കുള്ളൂ. കാരണം ഇത് ഒരുപാട് വിലയില്ല സാധനം, ബ്രാൻഡഡ് ആണ്. ഇതിപ്പോ 5 ലിറ്റർ കുക്കർ ആയാലും ഇതിപ്പോ 4000 രൂപയുടെ റേറ്റ് ഉണ്ട്. ബബ്ലി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെയാണ്. ബബ്ലിന്റെ ഫ്രൈ പാന്, ഞങ്ങൾക്ക് ചെറിയ ചെമ്പുകൾ എല്ലാം ഇവിടെ കിട്ടും. അതേപോലെ ഫ്രൈയർ, എണ്ണയില്ലാതെ പൊരിക്കുന്ന സാധനം ഒക്കെ ഉണ്ട്. അതിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. കണ്ട, ഫ്രൈ പാൻ ഉണ്ട്, പൊരിക്കുന്ന ഐറ്റംസ് ഫ്രൈ പാൻ ഉണ്ട്, കോഫിയൊക്കെ മേക്ക് ചെയ്യണതാണ്. എല്ലാ ഫ്രൈ പാൻ ഐറ്റംസും നമുക്കുണ്ട്. അബ്സോർവ് മാറ്റ് എന്ന് പറയും. അതായത് നമ്മളിപ്പോ ബാത്റൂമിലൊക്കെ വന്നു കഴിഞ്ഞാല് കാലിങ്ങനെ വെക്കുമ്പോൾ, ലോങ്ങിലൊക്കെ കാല് വെക്കുമ്പോൾ നമ്മൾ വഴിക്ക് വീഴുന്നില്ലേ, സാധാ മാറ്റ് ഇങ്ങനെ പോയി കളയും. ഇത് വന്നിട്ട് ആന്റി സ്ലിപ്പ്. ഇതിപ്പോ നമ്മൾ ഇട്ടിട്ട് നമ്മൾ കാല് വെച്ച് ഇങ്ങനെ അമർത്തിയാലും പോകൂല, മൂവ് ആവൂല. രണ്ടാമത് വന്നിട്ട് ഇതില് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് വെള്ളം അബ്സർവ് ചെയ്യും. പിന്നെയും ചവിട്ടുമ്പോൾ ആ വെള്ളം ഉണ്ടാവില്ല. അബ്സർവ് ചെയ്തിട്ട് അങ്ങനെ സൈഡ് പോയി കളയും. ഇത് അബ്സർവ് മാറ്റാണ്. ഇത് 350 രൂപ റേറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് വിളിക്കണവർക്ക് 200 രൂപയുള്ളൂ. ജ്യൂസർ ജാർ അല്ലേ? ഇത് ബുള്ളറ്റ് മിക്സി. ഇപ്പൊ ലേറ്റസ്റ്റ് ആണ് ബുള്ളറ്റ് മിക്സി എന്ന് പറയുന്നത്. ഇതില് നമുക്ക് പൊടിക്കണം, എല്ലാം ചെയ്യാം. 3500 രൂപ റേറ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ 2500 രൂപ റേറ്റ്. ഇത് വന്നിട്ട് ജ്യൂസറാണ്, സിട്രിക് ജ്യൂസർ. ഓറഞ്ച് ഇങ്ങനത്തെ സിട്രിക് ഐറ്റംസ്, പിന്നെ ഗ്രേപ്സ് ഇടാം, വാട്ടർ മെലോൺ ഇടാം, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഓൺ ആവും. ലോങ് പ്രസ് ഓൺ, ലോങ് പ്രസ് ഓഫ്. ഇത് നമ്മൾ മേലെ എടുത്തിട്ട്
ഇത് ഓറഞ്ച് രണ്ടാക്കി കട്ടിയിട്ട് ഓറഞ്ച് അതിൽ വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുത്തിട്ട് അടപ്പണ്ട് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് മേലെ പോയാൽ അത് പിഴിയും. പിഴിഞ്ഞിട്ട് അതിന്റെ ജ്യൂസ് കൂടെ വരും. അത് നിങ്ങൾ ആ ജ്യൂസ് വന്നത് ഇങ്ങനെ ഇത് ഓപ്പൺ ചെയ്താൽ ഇത് വന്നിട്ട് എന്താ റേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ വില വന്നിട്ട് 1200 രൂപ വില. നമ്മൾ ഇവിടെ കൊടുക്കുന്നത് വന്നിട്ട് 900 രൂപ. വെറും 900 രൂപ. പൃഥ്വി ലാമ്പാണ്. പൃഥ്വി എന്ന് പറഞ്ഞിട്ട് ഇത് ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ. ഇതിൽ എന്താന്ന് വെച്ചാൽ 2000 വാട്ട്സ് ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് എമർജൻസി ലാമ്പാണ്, ബെഡ്റൂം ലൈറ്റും ആണ്. ഇതൊരു ഫാൻസി ഐറ്റംസ് ആണ്, യൂസ്ഫുൾ. അത് വിത്ത് സോളാർ ഉണ്ട്. അത് ലൈറ്റിൽ വെളിച്ചത്തിൽ ചാർജ് ആണ് ഇടാ, ബൾബ് കത്തിനാടാ. ഇത് നമ്മൾ വെയിലത്ത് വെക്കാം, ലൈറ്റ് വെളിച്ചത്തിൽ ചാർജ് ആവും. ഇതിലിപ്പോ ഒരു പ്രാവശ്യം ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഓറഞ്ച് കളർ ലൈറ്റാണ്, 500 പ്രാവശ്യം തിരിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ കളർ. ഇതൊക്കെ ബെഡ്റൂം ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. 500 പ്രാവശ്യം തിരിച്ചു കഴിഞ്ഞാൽ ബ്ലൂ ആ, നല്ല വെളിച്ചം ഉണ്ടാവും. ഇത് നമുക്ക് വന്നിട്ട് ഇത് ആക്ച്വലി ഇതിന് പൈസ 1200 രൂപ വില ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ കൊടുക്കുന്ന 700 രൂപയ്ക്കാ. വെറും 700 രൂപ വിത്ത് 6 മാസത്തിന് വാറണ്ടി ഉണ്ട്. ഇതിന്റെ സോളാർ നേരെ ലൈറ്റിന്റെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ലൈറ്റ് കത്തുമ്പോൾ തന്നെ അത് ചാർജ് ആവും. ഇതിലൊരു ബെഡ്റൂം ലൈറ്റ് ഉണ്ട്, പിന്നെ വന്നിട്ട് വൈറ്റ് ഉണ്ട്, വൈറ്റ് ബെഡ്റൂം ലൈറ്റ്, പിന്നെ ബ്രൈറ്റ് ലൈറ്റ് ആട്ടോ. ഇത് 5 സ്റ്റെപ്പ് ഉണ്ട്. ഇത് ഇനിയും ഇതിനേക്കാൾ വെളിച്ചം വരും. ഇത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. 1200 രൂപ വരെ റേറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മള് തരുന്നത് നിങ്ങൾക്ക് 650 രൂപയ്ക്കാ. 50 രൂപ കുറവാണ്. കാരണം ഇതിൽ ഓപ്ഷൻ കുറവാണ്, അതിൽ ഓപ്ഷൻ കൂടുതൽ. ഇത് നമ്മള് ജ്യൂസർ കാണിച്ചില്ലേ, അതിൽ ഇത് മാനുവൽ. ഇത് നമ്മുടെ ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ്. റിറ്റു എന്ന് പറഞ്ഞിട്ട് താഴെ ഹെയർ ലാക്ക് ചെയ്തിട്ട് നമ്മൾ മേലെ വെച്ചിട്ട് കയ്യിൽ കറക്കിയാൽ മതി. അത് ബാറ്ററി ഇത് 400 രൂപേന്റെ പ്രൈസ്. ഇത് വന്നിട്ട് ഒരു പോർട്ടബിൾ ജ്യൂസറാ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകുന്ന ജ്യൂസർ. ഡബിൾ ടാപ്പ് ചെയ്താൽ മതി, വർക്കാവും. ഇതിൽ തന്നെ ഫിൽറ്റർ ഉണ്ട്. നമുക്കത് ഫിൽറ്റർ ചെയ്ത് തന്നെ നമ്മൾ കുടിക്കാം. റീചാർജബിൾ ആണ്. USB ഉണ്ട്. ഇതിന്ന് നമ്മൾ ബാറ്ററിക്കും ചാർജ് ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ കുടിക്കാം. ഫിൽറ്റർ ആയി വരും. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇൻഗ്രീഡിയൻസ് അതിലിടാം. സ്മൂത്തി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഹാർഡ് ഏതും ചെയ്യാൻ പറ്റും. വന്നിട്ട് 650 രൂപ റേറ്റ്. കാർ വാക്യൂം ക്ലീനർ. ഇതിൽ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ബ്രഷ് ഉണ്ട്, ഈ അറ്റാച്ച്മെന്റ് ഒന്നുണ്ട്, വിത്ത് ബ്ലോയറോട് 3 in 1 ആണ് ഈ കാർ. ഇത് 500 രൂപീസാണ്. ഇത് വന്നിട്ട് സ്പ്രേ മാപ്പാണ്. നമ്മൾ ബക്കറ്റും വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് ഇതാണ് അതിന്റെ ലിക്വിഡ് ഫില്ല് ചെയ്യണ ബോട്ടിൽ. ഈ ബോട്ടിൽ എടുത്തിട്ട് നമ്മൾ ഇതിന്റെ ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇത് ലിക്വിഡ് ഒഴിക്കുക. അപ്പൊ ലൈസാലോ അങ്ങനത്തെ എന്ത് ലിക്വിഡ് വേണമെങ്കിലും ഒഴിച്ചിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് വെച്ച് അമർത്തി കൊടുത്താൽ മതി. ഇത് പോളിതീൻ ഫൈബറിന്റെ ക്ലോത്ത് ആണ്. ഇത് 90 ഡിഗ്രി റൊട്ടേറ്റബിൾ ആണ്. എങ്ങോട്ട് വേണമെങ്കിലും റൊട്ടേറ്റ് ആവും. തുടച്ചെടുത്തിട്ട് നമ്മളിത് വാഷ് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ വെൽഗ്രബിൾ ആണ്. ഇത് കഴിച്ചെടുത്തിട്ട് ഇത് മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ്. അപ്പൊ വെള്ളം വലിച്ചെടുക്കുന്നത് നന്നായിട്ട് വലിച്ചെടുക്കും. പൊടി, മണ്ണ് ഒക്കെ വലിച്ചെടുക്കും നിങ്ങൾക്ക്. ഇത് എടുത്തിട്ട് അങ്ങനെ എടുത്തിട്ട് വാഷ് ചെയ്യാൻ പറ്റിയതാണ്. ഇത് ആക്ച്വലി പ്രൈസ് 1200 രൂപയാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ തരുന്നത് വെറും 500 രൂപയുള്ളൂ. 500 രൂപ ഇൻഡക്ഷൻ സ്റ്റവ്. ഇത് ബബ്ലിയുടെ ആണ്, നല്ല കമ്പനി, ക്വാളിറ്റിയിലെ കമ്പനിയാണ്. ഇത് ഇൻഡക്ഷൻ സ്റ്റവ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇൻഡക്ഷനിൽ വന്നിട്ട് എന്താന്ന് വെച്ചാൽ മാഗ്നറ്റിക് സെൻസർ ആണ്. ഇപ്പൊ നമ്മള് മാഗ്നറ്റിക് സെൻസർ പറഞ്ഞാൽ നമ്മള് മാഗ്നറ്റ് ഫോം ആകുന്ന മെറ്റൽ മാത്രമേ എടുക്കുള്ളൂ ഇൻഡക്ഷനിൽ. ഈ സാധനം ഇൻഫ്രാറെഡ് എന്ന് പറയും. അതായത് നിങ്ങൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്ലഗ് ചെയ്ത് ഓൺ ചെയ്ത് അവിടെ റെഡ് കളറിൽ ലൈറ്റ് വരും. ഇതിൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾ മൺപാത്രം അടക്കം ഇതിൽ വെക്കാം. ഇത് ബബ്ലിയുടെ കമ്പനിയാണ്. ഇപ്പൊ റേറ്റ് 4000 രൂപയുടെ അടുത്ത് ഇത് റേറ്റ് ഉണ്ട്. 5250 രൂപ റേറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ ഫോൺ ചെയ്ത് മേടിക്കുമ്പോൾ 3500 രൂപ കൊടുക്കാം. ബുള്ളറ്റ് മിക്സി. അതായത് നമ്മളിപ്പോ ഇതിന്റെ ആദ്യം വന്നത് മാജിക് ബുള്ളറ്റ്. അപ്പൊ നമ്മളിവിടെ ഇന്ത്യയിൽ മിക്സി ആണ് അധികം. മോളി മിക്സി വരുന്ന കാലം മുതൽ ഇതുണ്ട്. ഇപ്പൊ ഇത് ഇന്ത്യയിൽ നമുക്ക് മാനുഫാക്ചർ ആവണം. നമ്മളെ ഓൺ മാനുഫാക്ചർ ഉണ്ട് കോയമ്പത്തൂരില്. ഇതിൽ എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ഇതാ കാണിക്കണം. നിങ്ങൾക്ക് ഇതിൽ മാക്സിമം വന്നിട്ട് നമ്മൾ ഒരു മിളക്, ഇങ്ങനത്തെ ഒരു മിളക് ഇട്ടാലടക്കം ഇത് അരയും. ഇതിപ്പോ നമ്മളെ മിക്സി ആണെങ്കിൽ ഒരു മിളകൊന്നും അരയും. അതുമല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് 1 second 2 secondsനുള്ളിൽ അരക്കാൻ പറ്റില്ല. മാക്സിമം 9 second എല്ലാം അരച്ചെടുക്കും. നിങ്ങൾ എന്തെങ്കിലും ഇട്ടാലും നമ്മളിത് കയ്യിൽ പിടിക്കണമെന്നില്ല. ഫ്രീ മെയിൻ്റെനൻസ് ആണ്. വിത്ത് നോൺ ഹീറ്റബിൾ മോട്ടർ, വിത്ത് നോയ്സ് ഫ്രീ ആണ്. ഇതിപ്പോ empty ബ്ലേഡ് ഓടുന്ന പോലെയാണ്. ഇതിപ്പോ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ ഇത്ര സൗണ്ടും വരില്ല മോട്ടറിൽ. ഒറ്റ മിളകാണ് ഇത് നമ്മൾ പൊടിച്ചിരിക്കുന്നത്. ചുക്ക്, മഞ്ഞള്, അതേപോലെ ഇതുപോലെ കടുക്, കസകസ. മിക്സിയിൽ അരക്കാൻ പറ്റാത്ത സാധനങ്ങൾ അതൊക്കെ. കാപ്പിക്കൊട്ടയും ഗ്രൈൻഡ് ചെയ്യുക. ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ അടച്ചു കൊടുത്താൽ മതി. വിത്ത് 9 second. ഇത് ഓട്ടോ സെൻസർ മോട്ടറാണ് കേട്ടോ. നിങ്ങൾ ഇടുന്നതിനുള്ള ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള സ്പീഡ് ഇത് ഓട്ടോമാറ്റിക് എടുക്കും. ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് എന്തിനാണ് ഇത് ഇട്ടിരിക്കുന്നത് വെച്ചാൽ ഇത് പോളികാർബണേറ്റ് ജാറൊക്കെ വന്നിട്ട് അൺബ്രേക്കബിളാണ്, ഒക്കെ പൊട്ടൂല. അപ്പൊ ഇത് നമുക്ക് പുറത്ത് കാണുന്ന വെച്ചിട്ടാണ് ഇത്ര ഇതായിട്ട് കണ്ടില്ലേ പൗഡർ ഫോം. ഇത് നമ്മൾ ഫിൽട്ടർ ചെയ്യാതെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ പൗഡർ നമ്മൾ ഈ വെഡ് ഐറ്റംസ് അരക്കുമ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ 2 ബ്ലേഡാ. ഇത് ഫ്ലാറ്റ് ബ്ലേഡ്, ഇത് ഡ്രൈ ആയിട്ടുള്ള സംഭവം. നന്നായി ഇതിൽ അരക്കൂല എന്നല്ല, അരക്കും. പക്ഷെ നന്നായിട്ട് വേണമെങ്കിൽ ഇതിൽ തന്നെ അരക്കണം. അതേപോലെ നിങ്ങൾക്ക് വെഡ് ഐറ്റം നന്നായിട്ട് അരക്കണമെങ്കിൽ ഇതിൽ തന്നെ അരക്കും. തക്കാളി മറ്റേതൊന്നും നമ്മൾ വെട്ടിയിട്ടൊന്നുമില്ല, അരച്ചോടും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ 1 second കൊണ്ട് എടുക്കാം. ഇത് വന്നിട്ട് നിങ്ങൾ ഫിൽട്ടർ ജ്യൂസ് എടുക്കാം. ഇത് ജ്യൂസറാ. ഇതിപ്പോ നമ്മൾ ചാത്തുക്കുടി, ഓറഞ്ച്, മാതളം, പൈനാപ്പിൾ, ക്യാരറ്റ് ജ്യൂസ്, നെല്ലിക്ക, തേങ്ങാപ്പാല്. ഇത് ലെഫ്റ്റ് റൈറ്റ് ഷേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഈ ഫിൽറ്ററും വരും. ഫിൽറ്റർ എടുക്കുക. ഫിൽറ്റർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 1 liter ജാറാണ്. ഇതിൽ 1 liter ജാറായിട്ട് യൂസ് ചെയ്യുമ്പോൾ
ഈ ടോപ്പ് ക്ലോസ് ചെയ്തിട്ട് ഇത് ഇട്ടാൽ മതി. ഇത് നമ്മൾ ചട്നി എടുക്കുന്ന മസാല ഐറ്റംസ് കോൾഡ് കഫ് ഒക്കെ ഇതിൽ നമ്മൾ മാക്ക് ചെയ്യാം. ഇതിൽ വെള്ളം ഒഴിക്കണമെങ്കിൽ ഇതിന്റെ മുകളിൽ തന്നെ വെച്ചാൽ മതി. സാധാ മിക്സ് ആണെങ്കിൽ തെറിക്കും. ഇത് ചുഴൽ പോലെയാണ് പ്രോസസ് ആകുക, അതുകൊണ്ട് പുറത്ത് തെറിക്കില്ല. ഫിൽറ്റർ ജ്യൂസ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ജ്യൂസ് അടിക്കണ ചിലപ്പോൾ തേങ്ങ കട്ട് ചെയ്ത് ചിരകിയിട്ട് തട്ടിൽ വെച്ചോളി. ബാക്കിയുള്ള എന്ത് ഓറഞ്ച് ഇതുപോലത്തെ എന്തായാലും ശരി. ഞങ്ങൾക്ക് ഇതിപ്പോൾ ബീട്രൂട്ടാണ് സാധനം. ഇപ്പൊ ഇതിൽ നമ്മൾ ജ്യൂസ് അടിക്കണമെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കാം. അതിൽ ഇട്ടിട്ട് ലൈറ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സ്റ്റിക്ക് വെച്ചിട്ട് വേണം ഓൺ ചെയ്യാൻ. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജ്യൂസ് മാത്രമേ പുറത്ത് വരുള്ളൂ. കണ്ടില്ലേ, ജ്യൂസ് മാത്രമേ പുറത്ത് വരുള്ളൂ. നമുക്ക് പിന്നെ വേണമെങ്കിൽ പിന്നെ മാരി ഇതിലിട്ടിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. ഇങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ജ്യൂസ് മാത്രമേ പുറത്ത് വരും. അതെ, ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യം. റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റിക്ക് ഇതിൽ തന്നെ വെക്കുക. ജ്യൂസ് മാത്രമേ പുറത്ത് വരുള്ളൂ. കണ്ടോ, പ്യൂർ ജ്യൂസേ വരുള്ളൂ പുറത്ത്. ഇത് ആക്ച്വലി റേറ്റ് വന്നിട്ട് 5400 വില വരുന്നതാണ്. ഇപ്പൊ ഇവിടെ ഹെൽത്ത് തരുന്നത് 3250 റുപ്യാണ്. 5 years റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട്. അതേപോലെ ഇതിൽ തന്നെ ലൈഫ് ലൈനിന്റെ ബ്രാൻഡും ഉണ്ട്. ലൈഫ് ലൈൻ ആണെങ്കിൽ 3300 റുപ്യാണ്. ലൈഫ് ലൈൻ ബ്രാൻഡ് ഉണ്ട്. നമ്മുടെ KRS ലൈഫ് ലൈൻ്റെ ഒറിജിനൽ ആണ്. നമുക്ക് 2 ജാറ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെടുക്കുക. ഇന്ത്യന്റെ ഇതാണ്. 3500 റുപ്യ വില ഉണ്ട്. പക്ഷെ ഇവിടെ 2500 റുപ്യ റേറ്റ്. വളരെ യൂസ്ഫുൾ ആയ വീട്ടുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. എല്ലാ ഐറ്റംസും നമ്മൾ ഇതല്ലാതെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റം വേണമെങ്കിലും വിളിച്ച് ചോദിച്ചോളൂ. ഇതിന്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചോളൂ. എന്താ ഐറ്റംസ് വേണ്ടിച്ച് ഫോട്ടോ അയക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചു തരില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റം വേണമെങ്കിൽ അതിന്റെ ഫോട്ടോ ഒന്ന് അയച്ചു തന്നോളൂ. ഞങ്ങൾ അതിനേക്കാൾ റേറ്റ് കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ഡെലിവറിയോട് കൂടി തരാം.